ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മളെ മെക്കിൻ്റെ അണ്ടറിൽ, മൈ ഇംഗ്ലീഷ് കിച്ചൻ്റെ അണ്ടറിൽ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഒരു കിച്ചണും അതിൻ്റെ കിച്ചൺ ടൂറും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 മന്തിൻ്റെ അടുത്തായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. നിങ്ങൾക്കറിയാം, നമ്മളെ മൈ ഇംഗ്ലീഷ് കിച്ചൺ എന്നുള്ള ബ്രാൻഡിൽ ഞങ്ങൾ പാത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും തിരക്കൊക്കെ കൂടി ആയിട്ടായിരുന്നു. അപ്പോൾ ഈ കിച്ചൺ കാണുന്ന സമയത്ത്, നമ്മളെ ക്ലയൻറ്റ് വിളിക്കുന്ന സമയത്ത് ഈ കിച്ചൺ ഇങ്ങനെ ആയിരുന്നു. ഈ ഒരു കിച്ചൺ എങ്ങനെയാണ് ഒരു അടിപൊളി കിച്ചണിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കിച്ചൺ ടൂറും ഒക്കെ കൂടി ഞാനൊന്ന് ബ്രീഫായിട്ട് എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കിച്ചൺ മൊത്തം ഡിമോളിഷ് ചെയ്തു. അതായത് ടൈൽസും കബേർഡും ഒക്കെ ഡിമോളിഷ് ചെയ്തിട്ടാണ് കിച്ചൺ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ ക്ലയൻറ്റിൻ്റെ ഫ്ലാറ്റ് വരുന്നത് ദുബായ് ഫുർജാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇതുവരെ സ്വന്തം ഫ്ലാറ്റ് തന്നെ കേട്ടോ. അപ്പം എന്നെ ക്ലയൻറ്റ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത്, അശ്വതി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഓരോ കാര്യങ്ങളും എന്നോട് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് സംസാരിച്ചു ചെയ്തിട്ടാണ്, അശ്വതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടി നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുവരെ ഫ്ലാറ്റിൻ്റെ പുറത്തുള്ള ഒരു സ്പേസാണ്, അവിടെ ആൾ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൊത്തം കിച്ചൺ ഡിമോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള അപ്ലയൻസസും നമ്മൾ തന്നെ ആയിരുന്നു പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഫ്രിഡ്ജ് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അശ്വതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കിച്ചണിലേക്ക് ടൈൽസൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ പീസ് ടൈൽസിന് സ്ക്വയർ ഫീറ്റിനല്ല പ്രൈസ് വരാം, പെർ പീസ് റേറ്റ് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും. അപ്പം ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് അതേപോലെ മെസ്സേജസൊക്കെ വരുത്തുന്നുണ്ട്. ഇതെങ്ങനെയാണ് ടൈൽസ്, ഏതാ മൊറോക്കൻ ടൈലാണോ നല്ലത്? അത് ഇപ്പോൾ മാർക്കറ്റിൽ പല ടൈപ്സ് ഇതും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏതാണോ നല്ലത്? ഇപ്പം പൊതുവേ ഞാൻ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാഡോ ലെവലിൽ ഒരു സെമി മാറ്റോ ഒരു ഗ്ലോസിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ക മാറ്റിലേക്ക് ടൈൽസ് എടുക്കരുത്. എന്താ വെച്ചാൽ ക്ലീനിങ്ങിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പം ഡാഡോ ലെവലിൽ, അതായത് കിച്ചണിൻ്റെ കബേർഡിൻ്റെ വിടവിൽ കൊടുക്കുന്ന ആ ടൈൽസ് ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ ഗ്ലോസി അല്ലെങ്കിൽ ഒരു സെമി മാറ്റ്, പക്ക മാറ്റിലേക്ക് നിങ്ങൾ ആ ഏരിയയിലേക്ക് വരുന്ന ടൈൽസ് എടുക്കരുത്. അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ മൊത്തം കിച്ചണ് മൊത്തം ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് അവർ ഡിമോളിഷ് ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കിപ്പോൾ കിച്ചണിൽ വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് ഫുഡൊക്കെ ഫുള്ളും പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ഒരു 1 വീക്കിൻ്റെ അടുത്ത് ഫുഡ് പുറത്തുനിന്നായിരുന്നു വാങ്ങിയിട്ട്. എന്താണെന്ന് വെച്ചാൽ കിച്ചണ് മൊത്തം നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും കൊണ്ട് തന്നെയാണ് ഈ കിച്ചൺ വർക്ക് നമ്മൾ ചെയ്തു കൊടുത്തതും. അപ്പം ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവരത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ല, ഞങ്ങൾ മൊത്തം നമ്മൾ എല്ലാ അപ്ലയൻസസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചെറിയൊരു പ്ലംബിങ്ങിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കിച്ചണിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലേഡീസിനാണ് കൂടുതൽ നമ്മളല്ലേ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കിച്ചണിൽ ഏതൊക്കെ ഏരിയയിൽ പ്ലഗ് പോയിൻ്റ് കൊടുക്കണം. ഇപ്പം മിക്സി വെക്കുന്ന ഏരിയ ഏതായിരിക്കും, അതേപോലെ കെറ്റിൽ വെക്കുന്ന ഏരിയ ഏതായിരിക്കും. പൊതുവേ എല്ലാ കോർണറിലും വെക്കും. എക്സ്ട്രാ പോയിൻ്റ് എവിടെയെങ്കിലും ആവശ്യമുണ്ടോ, ഇപ്പോൾ നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്തേ മനസ്സിലാവുള്ളൂ എവിടെയാണ് പോയിൻ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏകദേശം കിച്ചണിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കോർണറിൽ ഇന്ന ഏരിയയിലായിരിക്കും ഞാൻ മിക്സി വെക്കുക, അങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് എന്താ വെച്ചാൽ ഇത് ഇങ്ങോട്ട് നീക്കാം, അതിന് എന്നിട്ട് 2 ഷട്ടർ ഒരുമിച്ച് വരുന്നാൽ മതി. ഞാൻ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലയൻറ്റിനോട് എന്തൊക്കെയാണ് ആവശ്യങ്ങളൊക്കെ ഏകദേശം ഞാൻ അശ്വതിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശ്വതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടി നോക്കിയിട്ടാണ് ഞാൻ കിച്ചൺ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓക്കെ ആയിട്ടാണ് പിന്നീടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കിച്ചണിലൊക്കെ ആവശ്യമായിട്ടുള്ള സിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആയിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കറക്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സിങ്ക് ഓവർ വലിപ്പം വേണ്ട, ചെറുത് മതി. ഒന്നാമത് ആ കിച്ചൺ കുറച്ചൊരു ചെറുതാണ്.
അപ്പോൾ ഡിഷ് വാഷറാണ് ആൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചെറിയ കാര്യങ്ങൾ കഴുകാൻ ഒരു ചെറിയൊരു സിങ്ക് മതി, സിങ്കിന് വേണ്ടിയിട്ട് വലിയൊരു സ്പേസ് കളയരുത് എന്നുള്ളത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സിങ്ക് ചെറുതാക്കിയെടുത്തത്. അപ്പം ഈ നിങ്ങൾ സിങ്കൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ മുന്നേ എൻ്റെ ഒരു വ്യൂവർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിച്ചൺ ചെയ്യാൻ ഏകദേശം എത്ര ആവും എന്നുള്ളത്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സിങ്ക് ഇപ്പോൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ 2500 മുതൽ 1,50,000 രൂപ വരെയുള്ള സിങ്ക് ഉണ്ട്. അപ്പം അതിലൊക്കെയാണ് കിച്ചൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ പിന്നെ അതേപോലെ നമ്മൾ കിച്ചൻ്റെ ഓരോ ഇഞ്ചസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പല റൈറ്റിലുള്ള ഇഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതിനെ ഓരോ പ്രൈസും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാവുക. ഈ ബ്ലാക്ക് സിങ്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മൂസിന, ആളെ നാട്ടിലുള്ള കണ്ണൂരത്തെ വീട്ടിലേക്ക് ഞാൻ പർച്ചേസ് ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ ആൾ ഇവിടുന്ന് ലഗേജിൽ ഇട്ടിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ സിങ്കിൻ്റെ ഈ വെള്ളം പോകുന്ന അവിടെ നിങ്ങൾ സിൽവർ ഇതായിരിക്കും കാണാം, പക്ഷെ അത് നമ്മൾ മാറ്റ് ബ്ലാക്കിൽ തന്നെ സെപ്പറേറ്റ് വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ സിൽവറാണ്, ആ വെള്ളം പോകുന്ന ആ ഏരിയൻ്റെ അവിടെ വരാം. അപ്പോൾ അതിന് ബ്ലാക്ക് മാറ്റ് തന്നെ ആയിട്ടാണ്, അത് എക്സ്ട്രാ വാങ്ങണം. അപ്പോൾ അതാ ഞാനിതാ മൂസിനൻ്റെ പുതിയ നാട്ടിലത്തെ കണ്ണൂരത്തെ വീട്ടിലേക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്ത സിങ്കാണിത്, ഈ ബ്ലാക്ക് സിങ്ക്. അപ്പോൾ അവരെ നാട്ടിലത്തെ പുതിയ വീട്ടിൽ കൗണ്ടർ ടോപ്പ് കുറച്ചെന്തോ വീതി കുറഞ്ഞു പോയി. അപ്പോൾ ബ്ലാക്ക് മാറ്റിലുള്ള സിങ്ക് ആ ഒരു മെഷർമെൻറ്റിൽ, എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് ഓർമ്മയില്ല, ഒരു ചെറിയ മെഷർമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ എന്നോട് കിട്ടുമോ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പോൾ എനിക്ക് ഏതായാലും ഇതിൻ്റെ ഒരു ആവശ്യത്തിന് എൻ്റെ അശ്വതിൻ്റെ ഫ്ലാറ്റിൻ്റെ കിച്ചണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വരിക്കും കൂടി വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ ആൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് അശ്വതിൻ്റെ ഫ്ലാറ്റ് കിച്ചണിലേക്കുള്ള ഫ്രിഡ്ജ് വാങ്ങാണ്. അപ്പം ഇത് നമ്മൾ വാങ്ങിക്കൊടുത്ത ഫ്രിഡ്ജ് ഹിറ്റാച്ചിൻ്റെ മോഡലാണ്. അപ്പം ബോട്ടം ഫ്രീസർ വരുന്നതാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ക്ലയൻറ്റിന് പ്രത്യേകം നിർബന്ധം ഉണ്ടായിരുന്നു, ചെറിയ കിച്ചണല്ലേ, അപ്പം ബോട്ടം ഫ്രീസർ വരുന്നത് മതി എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ അതാ നമ്മൾ ടൈൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ടൈൽസ് അശ്വതി എനിക്ക് കറക്റ്റ് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ മോഡൽ. അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഐക്യയിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ചെയർ എടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ പൊതുവേ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് ചെയർ വാങ്ങുന്ന സമയത്ത് നമ്മളെ ഹൈറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയർ എടുക്കേണ്ടത്. ഇപ്പോൾ കറക്റ്റ് ഇതിൽ മെഷർമെൻറ്റ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു കാല് കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഇങ്ങനെ വന്ന് തട്ടും, പ്രത്യേക ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ അതിനെ ഇതാക്കിയിട്ടാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് ചെയർ സെലക്ട് ചെയ്യുക. മെഷർമെൻറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഇതിൽ വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്കുള്ള ചെയർ സെലക്ട് ചെയ്യാൻ. അപ്പം ചെയർ നമ്മൾ ഏറ്റവും നല്ലത് കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കുന്ന റെഡിമെയ്ഡ് വാങ്ങുന്നതാണ് നല്ലത്. ചിലവരത് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്നതിനെക്കാളും ബെറ്റർ ഈ ഐക്യയിലൊക്കെ നല്ല നല്ല മോഡൽസ് കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് ഇങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് വാങ്ങുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അശ്വതിൻ്റെ കിച്ചണിലേക്കുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ചെയർ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് അത് കൂടുതൽ, നമ്മളെ ഹൈറ്റും കൂടി അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹൈറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഹൈറ്റ്, അതിനൊക്കെ നോക്കിയിട്ടാണ് ചെയർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഐക്യയിൽ വന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ചെയറും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് എടുത്താൽ, ഞാൻ പറഞ്ഞത് ഈ ഇരിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടുത്തെ, അതായത് ആ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റും നമ്മൾ കാല് ഉള്ളിലേക്ക് വെക്കുന്ന ഒരു ഇതുമുണ്ട്, അത് ശരിക്കും കംഫർട്ടായിട്ട് പറ്റണം. അപ്പോഴാണ് ആ ചെയറിൻ്റെ ആ ഒരു യൂസേജ് കറക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ചെയർ. ആ കിച്ചണിന് മാച്ചായിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലേക്കാണ് എടുത്തത്. പിന്നെ അതേപോലെ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഞാൻ എല്ലാം കൂടിയും ബ്രീഫ് ചെയ്തിട്ടാണ് പറയുന്നത്. ഐക്യൻ്റെ കിച്ചണ്, ഇപ്പം എൻ്റെ നാട്ടിലത്തെ കിച്ചണ്, ഇംഗ്ലീഷ് കിച്ചണ്, ഐക്യൻ്റെ കിച്ചണ് ഞാൻ ദുബായിൽ നിന്നും കാർഗോ ഷിപ്പ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്കിപ്പം ഐക്യൻ്റെ കിച്ചണ് നാട്ടിലുള്ളവർക്ക് ഇപ്പോൾ ദുബായിൽ വന്ന് എടുക്കൽ അത്ര പോസിബിളായിട്ടൊക്കെയുള്ള കാര്യമല്ല. അപ്പം ഞാൻ എങ്ങനെയാണ് വാങ്ങിയതെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് ഐക്യയിലോ ബാംഗ്ലൂർ ഐക്യയിലൊക്കെ പോയിട്ട്
കിച്ചണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്താൽ അവർ കറക്റ്റ് ഡേറ്റ് വരും. ഇതുപോലുള്ള ഒരാൾ കിച്ചണിൻ്റെ സെക്ഷനിൽ ഇരിക്കുന്നുണ്ടാവും. അവരായിട്ട് നമ്മളെ വീടിൻ്റെ പ്ലാന് നമ്മൾ കൊടുക്കണം. വീടിൻ്റെ പ്ലാനല്ല, കിച്ചണിൻ്റെ പ്ലാന്. അപ്പോൾ കിച്ചൺ അവർ പറഞ്ഞു തരും ഏതൊക്കെ രീതിയിലുള്ള മെഷർമെൻറ്റാണ് അവർക്ക് വേണ്ടിയെന്നുള്ളത്. അപ്പോൾ റൂഫ് ടു ഫ്ലോർ ഹൈറ്റ്, പിന്നെ വിൻഡോൻ്റെ ഇത്, അങ്ങനെ ഒരു മെഷർമെൻറ്റ് ഈ കിച്ചണിൻ്റെ ടീം നമുക്ക് തരും. ആ കറക്റ്റ് അളവ് അവർക്ക് കൊടുത്താണെന്നുണ്ടെങ്കിൽ അവർ 3D ഇട്ടിട്ട് കാണിച്ചു തരും. ഈ ഐക്യൻ്റെ സെക്ഷനിൽ തന്നെ കിച്ചണിൻ്റെ സെക്ഷനിൽ ഒരുപാട് കബേർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് അവിടെ ഇരുന്നും കൊണ്ട് തന്നെ ഇന്ന ഏരിയയിൽ ഇന്ന കബേർഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ അവരത് 3D ഇട്ടിട്ട് നമുക്ക് നമ്മളെ കിച്ചണിൻ്റെ സ്റ്റൈലിലേക്ക് അവർ ചെയ്തു തരും. അതുപോലെ തന്നെ ഇത് ഐക്യൻ്റെ കിച്ചൺ നിങ്ങൾക്ക് ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ ഒന്നും തീരുമാനമാവില്ല. 2-3 പ്രാവശ്യം അവിടെ പോയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഇത് കൺഫേം ആക്കിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾ കറക്റ്റ് അവർ ഈ കിച്ചണിൻ്റെ എക്സ്പേർട്സ് നമ്മളോട് അതിൻ്റെ ഇഞ്ചസ് കാര്യങ്ങൾ ഏതാ കൊടുക്കേണ്ട കറക്റ്റ് അവർ 3D ഇട്ടിട്ട് കാണിച്ചു തരും. എന്നിട്ടാണ് അവർ ഫൈനലൈസ് ചെയ്തിട്ട് 3D കൺഫേം ആക്കി കഴിഞ്ഞാലാണ് നമുക്കത് അവരെ വെയർ ഹൗസിൽ പോയിട്ട് കറക്റ്റ് അവർ ആ ഇതിൻ്റെ പേപ്പറിൽ നമ്മളെങ്ങനെ കാണോ കൺഫേം ആക്കിയത് അതിനനുസരിച്ചിട്ട് അവർ കബേർഡ് സെലക്ട് ചെയ്തിട്ട് തരും. പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ ഒരു അത്യാവശ്യം ഒന്നെങ്കിൽ ഐക്യൻ്റെ ടീമിനെ കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കിച്ചണ് റിലേറ്റ് ചെയ്ത് കിച്ചൺ ചെയ്യുന്ന ഇൻറ്റീരിയർ ടീമിനെ കൊണ്ട് ഫിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഐക്യൻ്റെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കൊന്നുമല്ല, എല്ലാം കറക്റ്റ് ഒരു ബോക്സിൽ ഇങ്ങനെ വരുന്നത്. അത് ഇങ്ങനെ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ അധികം ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഈ കിച്ചണിൻ്റെ കബേർഡിൻ്റെ കളറ് സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു കളറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും ഇത്രയും വലിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് കിച്ചണിൻ്റെ കബേർഡൊക്കെ ചെയ്യുന്നേക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പീസിൻ്റെ മുകളിൽ നമ്മൾ വിചാരിച്ച കളറ് ഫിനിഷിങ്, ഇപ്പം ഒരുപാട് മാർക്കറ്റിൽ പല പേരിലും ഉണ്ട്. മാറ്റ് ഫിനിഷ്, സെമി മാറ്റ്, PU ഫിനിഷ് ഉള്ളത്, അങ്ങനെ ഒരുപാട് പേരും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കളറ് സെലക്ട് ചെയ്ത് ഒരു ഫിനിഷിങ് ഉള്ളത് ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു ഭാഗം ഒരു ഇതിൻ്റെ മുകളിൽ പെയിൻറ്റോ എന്താണോ വിചാരിച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തത് എന്താണോ, ഇപ്പോൾ PU ഫിനിഷ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഭാഗം ചെയ്യിപ്പിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ വിചാരിച്ച കളർ എന്നാണോ കിട്ടിയത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം അത് മൊത്തമായിട്ട് വർക്ക് കൊടുക്കാൻ. ഇത് ഞാൻ വേറൊരു കളറിൽ ചെയ്യിപ്പിച്ച് നോക്കിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ അശ്വതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കിയാണ്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കാർഡിൽ കാണുന്ന കളർ ആവൂല ചെയ്ത് വരുമ്പോൾ. അപ്പം ഒന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതല്ലായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് ആദ്യം ഒരു ചെറിയ പീസിൻ്റെ മുകളിൽ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഫീൽ ചെയ്യുക, ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മൊത്തമായിട്ട് വർക്ക് കൊടുക്കാൻ. അത് പ്രത്യേകം കിച്ചണിൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ കബേർഡ് നമുക്ക് അവർ പറയുന്ന ഫിനിഷിങ്ങും കാര്യങ്ങളും ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ പറയുന്ന കിച്ചൺ, അവർ ഡിസൈൻ ചെയ്ത കിച്ചൺ നേരിട്ട് പോയി കാണാം, ഇന്ന മോഡലാണ് എന്നുള്ളത് അവർ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ നേരിട്ട് കണ്ടിട്ട് കൺഫേം ആക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ പീസിൻ്റെ മുകളിൽ ചെയ്ത് നോക്കിയിട്ട് കൺഫേം ആക്കുന്നതാണ് ബെറ്റർ. പിന്നെ അതാ ഞാൻ അവരെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്കുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഐക്യന്ന് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഐക്യയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് ഐക്യൻ്റെ പ്രൊമോഷനൊന്നല്ല കേട്ടോ. പൊതുവേ ഞാൻ ഐക്യൻ്റെ ഒരു ഫാനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ജസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഐക്യയിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വീടൊക്കെ എടുക്കുന്നതിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഐക്യയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഐക്യൊന്നും കാണാനും ഒക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ സാധനം വാങ്ങണമെന്നില്ല, ഐക്യയിൽ ജസ്റ്റ് പോയി ഒന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്. പിന്നെ അതാ കിച്ചൺ കബേർഡൊക്കെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഇത് ഏകദേശം ഒരു മാസം മുന്നേ തന്നെ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ കിച്ചൺ മൊത്തമായിട്ട് ഡിമോളിഷ് ചെയ്ത് ഒരൊറ്റ ദിവസത്തെ പണി ഉണ്ടായിരുന്നിട്ടുണ്ടുള്ളൂ. കിച്ചൺ ഡിമോളിഷ് ചെയ്യാൻ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് കബേർഡ് കൊണ്ടുവന്ന് ഒരു 2 ദിവസം എടുത്ത് ടോട്ടൽ മൊത്തം ഒന്ന് ഫിക്സ് ചെയ്യാനും കൗണ്ടർ ടോപ്പ് എല്ലാം അവർ കറക്റ്റ് മെഷർമെൻറ്റിൽ ആദ്യം എല്ലാം ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ഒരു 2 ദിവസത്തിലാണ് മൊത്തം കിച്ചണ് പിന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ കിച്ചണിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ല അപ്ലയൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു.
പിന്നെ കിച്ചണിലേക്ക് എടുത്തിട്ടുള്ള അടുപ്പ് 4 ബർണർ വരുന്ന ഹൂവറിൻ്റെ ഒരു അടുപ്പാണ്. പക്ഷേ 4 ശരിക്കും വേണ്ട, 3 ബർണർ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്താ വെച്ചാൽ നമുക്ക് 4 ബർണർ ആ സമയത്ത് കിട്ടിയില്ല. ആ സമയത്ത് ഈ UAE വാറിൻ്റെ ഒരു ഇത് നടക്കുന്നതിനെ കൊണ്ട്, ഹോർമൂസ് അടിച്ചതിനെ കൊണ്ടൊക്കെ ഈ ഷിപ്മെൻറ്റ് കറക്റ്റ് വരുന്നില്ലേനു. അപ്പോൾ 3 ബർണർ വരുന്ന മോഡൽ കിട്ടാൻ 2 മാസം അങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കൊണ്ട് പിന്നെ 4 ബർണർ ഉള്ളത് വാങ്ങിയതാണ്. അപ്പോൾ ശരിക്കും ഒരു 3 ബർണറിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഒരുമിച്ചിട്ട് 4 അടുപ്പിലും സാധനം വെച്ചിട്ട് കുക്ക് ചെയ്യൽ പൊതുവേ കുറവായിരിക്കും. എൻ്റെ ഒരു കേസിൽ ഞാൻ ചെയ്യില്ല, അശ്വതിക്കും അത് ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടാത്തതിനെ കൊണ്ട് 4 ബർണർ ആക്കിയതാണ്. 3 ബർണർ ആയിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ തമ്മിൽ മുട്ടാതെ നിൽക്കാനൊക്കെ ഏറ്റവും ബെറ്റർ 3 ബർണർ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുമിച്ച് 4 ബർണർ വെച്ചിട്ട് ഒരുമിച്ച് എന്തായാലും കുക്ക് ചെയ്യില്ല. ഞാനൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഒന്ന് കൊളാവും. അപ്പോൾ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ അശ്വതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 3 ബർണർ മതി. പക്ഷേ നമുക്കത് കിട്ടാത്തതിനെ കൊണ്ടാണ് നമ്മൾ 4 ബർണറിലേക്ക് പിന്നെ വാങ്ങേണ്ടി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ വാറിൻ്റെ ഇഷ്യൂ ഉണ്ടായതിനെ കൊണ്ട് ഈ ഷിപ്മെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ദുബായിൽ വരുന്നില്ലായിരുന്നു. അപ്പം കിട്ടാൻ താമസം എടുക്കുമെന്ന് കേട്ടപ്പം പിന്നെ നമ്മൾ 4 ആക്കിയതാണ്. അങ്ങനെ ഒരു 45 ഡേയ്സിൻ്റെ കാര്യങ്ങളാണ് മൊത്തം കിച്ചണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ 45 ഡേയ്സ് അയക്കുന്നു. പക്ഷേ ഡിമോളിഷ് ചെയ്തതിൻ്റെ ശേഷം ഒരു 3-4 ദിവസം കൊണ്ട് കിച്ചൺ മൊത്തം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് ഞാൻ എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോ ആകെ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ലെവലിലേക്ക് കിച്ചണ് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇത് അശ്വതിൻ്റെ ഒരു കാര്യവും ഒക്കെ കൂടി നോക്കിയിട്ടാണ് ഞാനിത് ഡിസൈൻ ചെയ്ത് ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഞാൻ എന്താ പഠിച്ചത്, കിച്ചൺ ഡിസൈനിങ് ഇൻറ്റീരിയർ ഡിസൈനറാണോ പ്രൊഫഷണലായിട്ട് പഠിച്ചത്. ഞാൻ അങ്ങനെ പ്രൊഫഷണലായിട്ട് പഠിച്ചൊന്നുമല്ല. ഇതിൻ്റെ പാഷനെ കൊണ്ട് ഞാൻ എത്തിപ്പെട്ട ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ നമ്മളെ സ്വന്തം മെക്ക് ബ്രാൻഡായിട്ട് ഇതായതൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോ ഉണ്ട്, അതിൽ കണ്ടാൽ മതി. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഞാൻ എന്താ പഠിച്ചത് ഇതാക്കി. ഞാൻ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഞാൻ പഠിച്ചത് ഡിഗ്രി സോഷ്യോളജിയിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും ഡിഗ്രി എടുത്തു. അതിനുശേഷം അയാട്ടാണ്, അതായത് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന അയാട്ട, ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, അയാട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പഠിച്ച ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലാണ് എത്തിപ്പെട്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഞാൻ ഇൻറ്റീരിയർ ഡിസൈനർ ആണോ എന്നുള്ളത്. അല്ല, ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറല്ല. ഞാൻ ഇതിൻ്റോടുള്ള ഇഷ്ടം കൊണ്ട് എത്തിപ്പെട്ട ഒരു ഏരിയയാണ്. എൻ്റെ വീടായാലും ഇപ്പോൾ ഇങ്ങനെ ദുബായിലുള്ള ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ ഏറ്റെടുക്കുന്നത് എനിക്ക് അതിൽ അറിയാം. നേരെ മറിച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പണി ഏൽപ്പിച്ചാൽ എനിക്ക് അത്ര എക്സ്പെർട്ടായിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ ഞാനത് പഠിച്ച് നോക്കി ഒക്കെ ചെയ്യുള്ളൂ. ഇപ്പോൾ ദുബായിത്തെ കിച്ചണും ഞാൻ എൻ്റെ ദുബായിൽ കാണുന്ന എൻ്റെ ഇംഗ്ലീഷ് കിച്ചണും ഞാൻ തന്നെയാണ് ചെയ്തത്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാം, എൻ്റെ ഈ ഫ്ലോറിലിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് നാട്ടിലത്തെ കിച്ചണിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അശ്വതിക്ക് ഈ ഒരു മോഡൽ ടൈൽ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ അത് കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. ആളൊരു ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ വാഷ് മെഷീനും ഡിഷ് വാഷറും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കിച്ചണിന് ഒരു സ്ഥലപരിമിതി ഉണ്ട്. അതിൻ്റെ ഒരു കാരണത്താൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതാ പാല് കാച്ചൽ പരിപാടിയാണ്. ഇത് നമ്മളെ മെക്കിൻ്റെ ഇതിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞ ബോട്ടിലാണ് അശ്വതി പാല് കാച്ചുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും പാല് കാച്ചലിന് അന്ന് എടുത്തൊരു ചെറിയൊരു ഷോർട്സും കാര്യങ്ങളാട്ടോ ഇനി ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾ ഇൻ വൺ പോട്ടിൽ വെച്ചിട്ടാണ് പാല് കാച്ചുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പാല് കാച്ചാൻ മാത്രമല്ല, ഇതിൽ മന്തി ഉണ്ടാക്കുക പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഇത് ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം അശ്വതി ഇപ്പം എന്തായാലും പാല് കാച്ചുന്നത് നമ്മളെ MEKൻ്റെ സ്വന്തം ബ്രാൻഡായ മൈ ഇംഗ്ലീഷ് കിച്ചൻ്റെ ബ്രാൻഡിലുള്ള ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞ ബോട്ടിലാണ്. ഇതൊക്കെ നമ്മളെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഇനി വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഞാനൊരു മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വന്ന് ബുക്ക് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് കിച്ചൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഈ ഓൾ ഇൻ വൺ പോട്ടിൻ്റെ ഒരു ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊല്ലത്തു നിന്നുള്ള ഒരാൾക്കാണ് കിട്ടിയ ആൾക്ക് ഞാൻ ഓൾറെഡി അയച്ചു കൊടുത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാ വീഡിയോക്കും കമൻ്റ് ഇടാം. അപ്പം ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോക്ക് ആരൊക്കെയാണ് കിട്ടിയെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഗിവ് അവേ കിട്ടിയ വിന്നറിൻ്റെ പേര് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഒരുപാട് എഴുതി ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, ഒരുപാട് എഴുതണമെന്നൊന്നുമില്ല. ഇനിയിപ്പം
ഈ കഴിഞ്ഞ ഇനിയിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന വിന്നർ നമ്മളെ ഷോർട്സ് വീഡിയോയിൽ കമൻ്റ് ഇട്ട ആളെ പേരാണ്. അപ്പം ഇന്ന വീഡിയോ ഒന്നുമില്ല, ഞാൻ ഏകദേശം ഇപ്പം നമ്മളെ ലോഞ്ചിന് ശേഷം ഇടുന്ന വീഡിയോയിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ഇടാം. ഇതൊക്കെ നമ്മളെ ഇംഗ്ലീഷ് കിച്ചണിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് സ്റ്റീമറാണ്, ഇത് മീഡിയം കൊറിയയിൽ നിന്നുള്ളതാണ്. ഇത് അശ്വതി വാങ്ങിയിട്ടതായിരുന്നു. അപ്പോൾ ഇത് മീഡിയം കൊറിയയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ വെബ്സൈറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്കായി ചില സമയത്ത് കാണിച്ചാലും നിങ്ങൾ പ്രീ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ പ്രീ ബുക്കിംഗ് ഇട്ടാലും മതി. പിന്നെ അതാ നമ്മൾ ഓൾ ഇൻ വൺ പോട്ടിൽ ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഈ പോട്ടിൽ ഇത് ജപ്പാൻ സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത്. അതിൻ്റെ മുകളിൽ പോർസലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിങ് കൊടുത്താണ്. പിന്നെ കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റീമറും കൂടി വരുന്നുണ്ട്. പിന്നെ ഇത് മെയ്ഡ് ഇൻ തായ്ലൻഡിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ജപ്പാൻ എന്നുള്ള കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരെ പ്രൊഡക്ഷൻ വരുന്നത് തായ്ലൻഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് മെയ്ഡ് ഇൻ തായ്ലൻഡ് എന്നുള്ളത് വന്നത്. പിന്നെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളുണ്ട്. സ്റ്റീലാണ്, സ്റ്റീലിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടാവും. ഓവർ വെയിറ്റ് അല്ല, നിങ്ങൾ കാസ്റ്റ് അയണിൻ്റെ വെയിറ്റ് ഒന്നും അല്ല കേട്ടോ ഉണ്ടാവില്ല. ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ, പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പെട്ടെന്ന് വാഷ് ചെയ്താൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മന്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊതുവേ ഇങ്ങനത്തെ ഇത് ജപ്പാൻ സ്റ്റീലാണ് വരുന്നത്. അപ്പോൾ സ്റ്റീലിൽ നമ്മൾ ഓവർ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടും കുക്ക് ചെയ്യേണ്ട, പെട്ടെന്ന് ചൂട് അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് വലിയ ഹൈ ഫ്ലെയിമിലൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലുണ്ടാക്കുന്നത് മന്തിയാണ്. അപ്പോൾ ഞാൻ 1 kg, ഇതിപ്പോൾ ഒരു 2 kg വരെ നമുക്ക് കറിയായിട്ടോ മന്തിയായിട്ടോ റൈസായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് മന്തിയാണ്. 2 kg കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറിയായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു 3-4 തക്കാളി എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ കരിവേപ്പില, കുറച്ച് വിനെഗർ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുത്താൽ അതിൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നിട്ട് ചിക്കനിലേക്ക് ഇതും മാഗി ക്യൂബും ഈ തക്കാളിൻ്റെ ജ്യൂസും എല്ലാം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മന്തിയാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എന്തും കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഈ 28 സെൻറ്റിമീറ്റർ വരുന്ന ഈ സെറാമിക് പോട്ടും നമ്മൾ ഇംഗ്ലീഷ് കിച്ചണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 2.5 kg വരെ പോകും. ഈ പിങ്ക് പോട്ട് 28 സെൻറ്റിമീറ്റർ ഉള്ളത് മീഡിയം കൊറിയയിൽ നിന്നുള്ളതാണ്. അത് നമുക്ക് 2.5 kg വരെ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ ചിക്കനും 1.5 കിലോ റൈസും പോകും. ഇനി റൈസ് മാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 kg പോകും. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ 2.5 kg കണക്കാക്കിയാൽ മതി. അപ്പം ഇത് പിങ്ക് പോട്ട് ചിലപ്പം വെബ്സൈറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഉണ്ട്. അപ്പം ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ വന്നിട്ട് പ്രീ ബുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇത് UAE-ലും അവൈലബിൾ ആണ്. ഈ സ്റ്റീമറും പിങ്ക് പോട്ടൊക്കെ UAE-ലും അവൈലബിൾ ആണ്. പക്ഷേ ഓൾ ഇൻ വൺ UAE-ൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ഒരു 1 വീക്കും കൂടി കഴിഞ്ഞാൽ അവൈലബിൾ ആവും. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ ഞാൻ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഓൾ ഇൻ വൺ പോട്ട്, പിന്നെ മിൽക്ക് പാന്, കെറ്റിലൊന്നും UAE-ക്കാർക്ക് അവൈലബിൾ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, 1 വീക്ക് കഴിഞ്ഞാൽ അവൈലബിൾ ആവും. അപ്പം ഈ പിങ്ക് പോട്ട് വരുന്നത് മീഡിയം കൊറിയൻ്റെ സാധനമാണ്. ഇത് ഓവർ വെയിറ്റ് ഒന്നുമില്ല, മിനിമം ആയിട്ടുള്ള വെയിറ്റേ കൊടുത്തിട്ടുള്ളൂ. ഇത് പിന്നെ ഡിഷ് വാഷർ സേഫ് അല്ല. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് കിച്ചണിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റും. പക്ഷേ ഡിഷ് വാഷർ സേഫ് അല്ല കേട്ടോ. അതും കൂടി ഞാൻ ജസ്റ്റ് പറയാണ്. പക്ഷേ നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് വാഷ് ചെയ്യാനും ആക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ പ്രോഡക്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും വാങ്ങിയ എല്ലാവരോടും ഞാനൊരു വലിയ താങ്ക്സ് പറയാണ്. പിന്നെ ചില ആളുകൾ എന്നോട് വന്ന് ചോദിക്കും, അടുത്ത ലോഞ്ച് എപ്പോഴാണ്, അടുത്തതിൽ എന്താ ഉണ്ടാവുക, ഇതിനെക്കാളും വേറെ ഏതെങ്കിലും മോഡൽസ് ഇറങ്ങും, അങ്ങനത്തെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഇൻ്റെ സാധനം എന്നല്ല, എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ വാങ്ങാം. അത് ഇതിൻ്റെയും നല്ലത് അടുത്തതിൽ വരുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അത് ഇൻ്റെ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. പൊതുവേ നമ്മളെ പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ്, നമ്മൾ പുറത്ത് പർച്ചേസ് ചെയ്യാൻ പോയാൽ
ഇതിനെക്കാളും നല്ലത് വരയ്ക്കും എന്ന് വിചാരിച്ചിട്ട് കാത്തുക്കും. എന്നിട്ട് അവസാനം വിചാരിച്ചതും ഉണ്ടാവില്ല, കിട്ടൂല, രണ്ടും കിട്ടൂല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകരുത്. ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒത്തിണങ്ങി വന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം. പിന്നീട് ഇതിൻ്റെ നല്ലത് വരുമോ വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, അത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഓക്കെ ആണ് ഉണ്ടെങ്കിൽ പിന്നെ ആലോചിക്കാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അത് ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങുന്നതിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ടല്ല, എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് കണ്ടാൽ പിന്നെ ഇതിൻ്റെ നല്ലത് വരുമോ, ഇതിൻ്റെ നല്ലത് കിട്ടുമോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവരുത്. അങ്ങനെ വരുമ്പം നമുക്ക് ചില സമയത്ത് വാങ്ങാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഒത്തിണങ്ങി വന്നാൽ നിങ്ങൾ അങ്ങോട്ട് വാങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്തായാലും മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അടിയിലൊന്നും തീരെ പിടിച്ചിട്ടില്ല, ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ചെറിയൊരു തോതിൽ ഒരു ഇത് കാണാം, ചെറുങ്ങനെ ഞാനത് കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് അടി പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഇത് വാങ്ങിയ കുറേ ആൾക്കാരുണ്ടാവും, അവർക്കും കൂടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. നമ്മളെ വെബ്സൈറ്റിൽ ഓൾ ഇൻ വൺ എന്നാണ് ഇതിൻ്റെ പേരുണ്ടാവാം. മീഡിയം തായ്ലൻഡാണ്. ഒരു 2 kg വരെ നമുക്ക് കറിയായിട്ടും റൈസായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മോഡൽസാണ്. അതേപോലെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് കൊറിയയിൽ നിന്നുള്ള 28 സെൻറ്റിമീറ്റർ വരുന്ന, ഇത് 2.5 kg വരെ പോവും, അത്ര വരുന്ന ഒരു പിങ്ക് പോട്ടാണ്, സെറാമിക്. പിന്നെ അതാ ഞാൻ അടുത്തത് ഇതിൽ പാസ്ത ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആ പാസ്തക്കുള്ള വേവിക്കാൻ വേണ്ടി ഇട്ടതാണ്. അങ്ങനെ ഒരുപാട് മൾട്ടി ഫങ്ഷണൽ ഇതുള്ള ഒരു പോട്ടും കൂടാണ് ഈ ഓൾ ഇൻ വൺ എന്നുള്ള പോട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ ബുക്കിംഗ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലാണ് എൻ്റെ വാട്സപ്പ് ത്രൂ നിങ്ങൾ ബുക്കിംഗ് ഇട്ടാൽ മതി. അപ്പോൾ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതാ ഞാനിപ്പം കാണിക്കുന്നത് അടിയിലൊന്നും പാസ്ത ഒന്നാക്കിയിട്ട് ചെറിയ ഈ ഒരു കുറച്ച് കാണുന്നില്ല, അത്രേ പിടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അത് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഇംഗ്ലീഷ് കിച്ചൻ്റെ പ്രോഡക്റ്റാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അങ്ങനത്തെ പാത്രങ്ങൾ, ഫാൻസി പാത്രങ്ങൾ നിൽക്കുള്ളൂ. ആക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചും കാര്യങ്ങളും വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കുക. പിന്നെ ക്ലീൻ ആക്കാൻ അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു പാത്രങ്ങളും സ്ക്രാച്ച് പ്രൂഫായിട്ടുള്ള ഒരു പാത്രങ്ങളും ലോകത്ത് ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ നമ്മളെ ഇംഗ്ലീഷ് കിച്ചണിന്നും പർച്ചേസ് ചെയ്ത ആൾക്കാർ അവരെ കിച്ചണിൽ വെച്ചിട്ട് എടുത്തു തന്ന വീഡിയോസാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അവരെ കിച്ചണിൽ ഈ സ്റ്റീമറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫൈസ ആൾ പുട്ട് വരെ ഉണ്ടാക്കിയിട്ട് എനിക്ക് വീഡിയോ ഇട്ട് നിൽക്കണം. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തലയിൽ ഉദിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇംഗ്ലീഷ് കിച്ചണിൽ വാങ്ങിയിട്ട് ഓരോരുത്തർ അവരെ കിച്ചണിൽ വെച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു വന്ന ഇതാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഞാൻ താങ്ക്സ് പറയുകയാണ് എല്ലാവരോടും. പിന്നെ അതാ ഞാൻ സ്പിന്നീസിലേക്ക് വന്നതാണ്. അപ്പം ഇത് കുറേ ദിവസം കഴിഞ്ഞപ്പെടുത്ത കുറച്ച് വീഡിയോസാട്ടോ. അപ്പോൾ സ്പിന്നീസിൽ ഞാൻ കാര്യമായിട്ട് വരുന്നത്, ഇവിടുന്ന് മാത്രം കിട്ടുന്ന സ്പിന്നീസിൻ്റെ ഒരു ബ്രാൻഡുണ്ട്. അതായത് നമ്മൾ വാഷ് മെഷീനിൽ അലക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിട്ട് നമ്മൾ കംഫർട്ടില്ലേ അതിനെ പോലുള്ള ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ഇവിടെ കിട്ടുള്ളൂ. അപ്പം ആരെങ്കിലുമൊക്കെ ദുബായിലൊക്കെ ഉള്ളവരാണ്, വലിയ പ്രൈസും ഇല്ല, ഇതിനാകെ 10-12 ദിറംസോ ഉള്ളൂ. നല്ല സ്മെല്ലാണ്. അതായത് നമ്മളെ നാട്ടിലത്തെ ഒരു പണ്ടത്തെ ബിഗ് ബബൂള് ചോയിങ്കില്ലേ, അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുള്ള സാധനം അതാ ഈ സംഭവം. ഇത് ഇവിടുന്നേ കിട്ടുള്ളൂ. ഞാനത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യലാണ്. അപ്പോൾ ഇത് 2 കളേഴ്സിൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ പിങ്ക് വരുന്നത് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുക്ക് രാത്രി നമ്മൾ ഡയറ്റ് ആയതിനെ കൊണ്ട് ഞാനൊക്കെ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ എനിക്ക് ചെറിയൊരു തോതിൽ മടി. അപ്പോൾ അവിടെ നിന്നും കുറച്ചൊരു സലാഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാണ്. വെജിറ്റബിൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടോളേ. പിന്നെ അതാ പിറ്റേന്ന് നമ്മളൊരു ക്ലൈൻറ്റ്, ഖത്തറിൽ നിന്നുള്ള ക്ലൈൻറ്റാണ്, സാബിർത്ത എന്ന് പറയും, ആളെ മോൻ്റെ വില്ലാണിത്. അപ്പം എൻ്റെ അടുത്തുനിന്ന് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളന്ന് പെട്ടെന്ന് ഖത്തറിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഡെലിവറി ടീമിൻ്റെ അടുത്തായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോണ വഴിക്ക് സാധനം എത്തിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് കണ്ടപ്പോൾ നല്ലൊരു വില്ല. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ക്ലിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഗിവ് അവേ വിന്നർ ഷർമിള അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
വ്യൂവറിനാണ് കിട്ടിയിട്ടുള്ളത്. ആളെന്നെ ഇൻസ്റ്റയിൽ വന്നിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ആളെ ID ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതിലും നിങ്ങൾ കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോൻ്റെ ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും ആരാണ് ഇതിടുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോക്കും കമൻറ്റ് ഇടാൻ മറക്കട്ടെ. അപ്പോൾ എന്തായാലും ഷർമിള അലക്സിനാണ് നമുക്ക് വിന്നറായിട്ടുള്ളത്. അപ്പം പിന്നെ ഇൻസ്റ്റയിൽ വന്നിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.